ഹലോ, ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്. ഇന്ന് ഞാനൊരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. അതെന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സമകാലിക സംഭവങ്ങളിൽ ഒന്നാണ്. അത് പറയുമ്പം തന്നെ എല്ലാവർക്കും മനസ്സിലാകുമല്ലോ എന്താണ് ഇപ്പം നമ്മളെല്ലാം മാനസികമായി വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അതായത് 3 രാജ്യങ്ങൾ തമ്മിലുള്ളൊരു യുദ്ധം. അതിന്ന് നമ്മുടെ എത്രയോ കുടുംബങ്ങളിലെല്ലാം മാനസികമായി നമ്മൾ വിഷമസ്ഥിതിയാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ഒരു വീടുകളിൽ ഒരാളെങ്കിലും ഇല്ലാത്ത ഒരു വീടില്ല ഗൾഫ് രാജ്യങ്ങളിൽ. നമ്മുടെ ഭർത്താവായിരിക്കാം, മക്കളായിരിക്കാം, അല്ലെ സഹോദരങ്ങളായിരിക്കാം, അല്ലെങ്കിൽ കൊച്ചുമക്കളായിരിക്കാം. അവരെയൊക്കെ പ്രതീക്ഷിച്ച് നമ്മുടെ വീടുകളിൽ ഓരോ ദിനങ്ങൾ എണ്ണി കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ ലീവായി നാട്ടിലേക്ക് വരാനിരിക്കുന്നവരുണ്ട്, പിന്നെ പുറത്തോട്ട് ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോകേണ്ടവരുണ്ട്. അവർക്കൊന്നും നമുക്കിപ്പം പോകാനും വരാനും പറ്റാത്ത സാഹചര്യങ്ങളിലൂടെയാണ് ഇന്നെല്ലാവരും കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. 3 രാജ്യങ്ങൾ തമ്മിലുള്ള ഈ ഒരു യുദ്ധം, നമുക്ക് രാജ്യങ്ങളെ ഇപ്പോൾ ഞാൻ എടുത്ത് പറയുന്നില്ല, ഏതൊക്കെ രാജ്യങ്ങളാണെന്നുള്ളത് നമുക്കറിയാമല്ലോ. അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ചകളിലൂടെ എന്തൊക്കെ പ്രശ്നങ്ങളാണെന്ന് അവർക്കൊക്കെ തന്നെ അറിയത്തുള്ളൂ. അതെല്ലാം സോൾവ് ചെയ്ത് നമുക്കെല്ലാവർക്കും ശാന്തി സമാധാനവും കിട്ടുവാൻ വേണ്ടി ഇതിൻ്റെ 3 രാജ്യങ്ങളിലെയും അധികാരികൾക്ക് നല്ല മനസ്സുണ്ടാകട്ടെ. ഇന്നിപ്പോൾ തന്നെ ഈ ഒരു 18-ാം തീയതി എൻ്റെ മോള് സൗദി അറേബ്യയിലാണ് ഫാമിലി. അപ്പം ഞാനും മാനസികമായിട്ട് ഒരുപാട് വിഷമിക്കുന്ന ഒരു സമയങ്ങളിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ എൻ്റെ മോളുമായിട്ട് സംസാരിക്കുമ്പോഴും പറയും, അമ്മ ഇവിടെ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളത്. അങ്ങനെ ഇരുന്നപ്പോൾ ഈ 18-ാം തീയതി മോള് രാത്രിയിൽ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, യോ അമ്മ, ഇവിടെ ഭയങ്കര ശബ്ദങ്ങളും സ്ഫോടനങ്ങളും സ്മെല്ലും ഒക്കെ വരുന്നു എന്നും പറഞ്ഞു കുഞ്ഞു കരഞ്ഞ്. എൻ്റെ ഹസ്ബൻഡ് പുറത്തുമായിരുന്നു, മക്കൾ 2 പേരും. അപ്പം ഞാൻ പറഞ്ഞു, മോളെ നീ കരയാതെ, നീ വിഷമിക്കാതെ, കുഞ്ഞുങ്ങൾ വിഷമിക്കത്തില്ലേ എന്ന് പറഞ്ഞ് ഞാൻ അവളെ സമാധാനപ്പെടുത്തിയിട്ട് ഒരു വാതിലിൻ്റെ വ്യത്യാസമേ ഉള്ളൂ, അടുത്ത ഫ്ലാറ്റിൽ അവർ മോൻ വരുന്നിടം വരെ പോയിരിക്കുകയും ചെയ്തു. പിന്നെ ഇപ്പോൾ ഏകദേശം ഒരു 2-3 ദിവസമായിട്ട് നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഒരു രാജ്യത്തും കേൾക്കുന്നില്ല. പിന്നെ കൂടുതൽ നമ്മൾ ഈ TV ഒക്കെ കാണുമ്പോഴാണ് നമുക്ക് ഭയമുണ്ടാകുന്നത്. നമ്മൾ ഈ ന്യൂസ് കാണാതിരിക്കാമെങ്കിൽ നമുക്ക് കുറച്ചൊക്കെ മനസ്സിന് സമാധാനമുണ്ട്. ഈ ന്യൂസ് കണ്ടു കഴിയുമ്പോൾ നമ്മളങ്ങ് ഡള്ളാകും. അപ്പം നമുക്ക് പറയാൻ എന്തുവെന്ന് ചോദിച്ചാൽ, ഇന്നിപ്പോൾ ഈ 3 രാജ്യങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധവും മിസൈൽ വിടുകയും എന്തൊക്കെയോ നമുക്കറിയാം. മനുഷ്യൻ്റെ കരങ്ങളാൽ നിർമ്മിതമായതാണല്ലോ ഇതെല്ലാം. അവരിതിങ്ങനെ നിർമ്മിക്കുമ്പോഴും ആക്രമിക്കാൻ പോകുമ്പോഴും നമ്മളെല്ലാം എല്ലാവരും മനുഷ്യരാണല്ലോ, നമുക്കെല്ലാം ഒരു ജീവനേ ഉള്ളൂ. അപ്പം നമ്മൾ ഇങ്ങനെയുള്ള ഈ വലിയ വലിയ പ്രവർത്തികളൊക്കെ ചെയ്യാൻ പോകുമ്പോൾ അതിൽ നിന്നൊന്ന് പിന്മാറി ചിന്തിച്ച് എല്ലാവർക്കും ശാന്തി സമാധാനവും ഉണ്ടാകാൻ വേണ്ടി ഈ രാജ്യങ്ങളിലുള്ള അധികാരികൾ മുന്നോട്ട് പോകണം. വീടുകളിൽ പ്രായമായ അച്ഛനുണ്ട്, അമ്മയുണ്ട്, അവർക്കൊക്കെ ഒരുപാട് വിഷമങ്ങൾ ഈ ഒരു സമയങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം തന്നെ നാട്ടിൽ വരാനായിട്ടിരിക്കുന്ന എനിക്ക് കുറേ ഫാമിലീസിനെ എനിക്കറിയാം. അവർ വരാതെ ബുദ്ധിമുട്ടി കിടക്കുന്നു. 1-2 മാസത്തേക്ക് പുറത്തു പോയ മക്കൾ എക്സാം നാട്ടിൽ എഴുതാൻ പറ്റാതെ അവർ വിഷമിക്കുന്നു. അങ്ങനെ പലതരത്തിലുള്ള വിഷമങ്ങളാണ് അവരുടെ ഈ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും അവർക്ക് ജീവിക്കാനും അവരുടെ നാട്ടിലേക്കും വിദേശത്തേക്കും പൈസകളൊക്കെ നമുക്ക് തന്നം കിട്ടില്ലയോ നമ്മളൊക്കെ ജീവിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സാമ്പത്തികമായ പ്രതിസന്ധികളും ഓരോ മേഖലകളിലും ഉണ്ടാകുന്നുണ്ട്. ഇതെല്ലാം മാറി എല്ലാവർക്കും ശാന്തി സമാധാനവും ഉണ്ടാകട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ നമുക്ക് 2-3 ദിവസമായിട്ട് ഒന്നും നമ്മൾ കേൾക്കുന്നില്ല. അതുപോലെ തന്നെ തുടർന്ന് മുന്നോട്ട് പോയി എല്ലാവർക്കും ശാന്തി സമാധാനവും ഉണ്ടാകുവാനും നമ്മുടെ യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിച്ച് നമുക്കൊരു സന്തോഷവാർത്ത കേൾക്കുവാനും സാധിക്കട്ടെ. എല്ലാവർക്കും സന്തോഷവും സുഖവും സമാധാനവും ദൈവം പ്രദാനം ചെയ്യട്ടെ. അപ്പം നമ്മുടെ നാട്ടിലേക്ക് വരാനുള്ളവർ എത്രയും പെട്ടെന്ന് വരാൻ സാധിക്കട്ടെ. പുറത്തേക്ക് ജോലിക്ക് പോകേണ്ടിയവർ പുറത്തോട്ട് പോകുവാനും അവർക്ക് സാധിക്കട്ടെ. നമ്മുടെ ഈ 3 രാജ്യങ്ങളിലുള്ള അധികാരികൾക്കും നല്ല മനസ്സുണ്ടാകുവാനും ഈ യുദ്ധം നിർത്തി
എല്ലാവർക്കും ശാന്തി സമാധാനവും ഉണ്ടാകുവാനും സർവശക്തനായ ദൈവത്തെ ആദ്യം മുൻനിർത്തി പ്രാർത്ഥിക്കുന്നു. തുടർന്നും എത്രയും പെട്ടെന്ന് എല്ലാ പ്രശ്നങ്ങളും തീർന്നു എന്ന് നമുക്കറിയുവാൻ സാധിക്കട്ടെ. ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാൻ ഇന്ന് ഒത്തിരി ദിവസം കൊണ്ട് ഇങ്ങനെ ഒന്ന് ചെയ്യണമെന്ന് ഓർക്കുന്നു. പക്ഷേ ഞാൻ പറയാൻ മനസ്സിലിരുന്നതൊക്കെ അങ്ങ് മറന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് എന്തൊക്കെയാണെന്നൊന്നും ഞാൻ ഈ പറഞ്ഞതുപോലെ എനിക്ക് നല്ല ഓർമ്മയില്ല. എല്ലാവർക്കും ശാന്തി സമാധാനം ഉണ്ടാകട്ടെ. ലോകോ സമസ്ത സുഖിനോ ഭവന്തു. ഓക്കെ, ബൈ.